ഇസ്രയേലിന്റെ നിരന്തര ആക്രമണങ്ങളിൽ ഗാസയിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ. ബുധനാഴ്ച നടന്ന വ്യോമാക്രമണങ്ങളിൽ 16 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ കുടിയിറക്കപ്പെട്ടവർക്ക് അഭയം നൽകിയിരുന്ന അൽ ഫലാഹ് സ്കൂൾ 2 തവണ ആക്രമിക്കുകയും നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ കുടിവെള്ള ടാങ്കിന് മുകളിലും ബോംബാക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഗാസ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുടിവെള്ള ടാങ്കിന് സമീപം കൂട്ടം ചേർന്നിരുന്നവരെ ലക്ഷ്യമാക്കിയ ആക്രമണത്തിൽ 5 പേർ മരിച്ചതായി അൽ അഹ്ലി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. നഗരത്തിന് പടിഞ്ഞാറുള്ള ഒരു അപ്പാർട്ട്മെന്റിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹം ഷിഫ ആശുപത്രി ഏറ്റുവാങ്ങി. അതേസമയം നുസൈറാത്ത് ക്യാമ്പിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതായി അൽ ഔദ ആശുപത്രി അറിയിച്ചു. ബുറൈജ് ക്യാമ്പിലും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം 66,000-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 170,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണെന്നത് ദുരന്തത്തിന്റെ ഭീകരത കൂടുതൽ തെളിയിക്കുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.